രഹസ്യ സ്വഭാവത്തിലുള്ള ഒരു സാറ്റലൈറ്റ് ഉപകരണം കൈവശം വെച്ചതിന്റെ പേരിൽ രണ്ട് യുഎസ് പൗരന്മാരെയാണ് കഴിഞ്ഞ ദിവസം ശ്രീനഗർ എയർപോർട്ടിൽ നിന്ന് പോലീസ് പിടികൂടിയത്. ഇവർ അമേരിക്കൻ പൗരന്മാരാണ്. നമുക്കറിയാം, അമേരിക്ക വിന്യസിച്ച പല ചാരന്മാരെയൊക്കെ ഇതിനിടയിൽ ഇന്ത്യയിൽ നിന്ന് പിടികൂടുന്ന സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ രണ്ടുപേരെ, അറസ്റ്റിലായിരിക്കുന്ന ഈ രണ്ടുപേര് എന്ത് നീക്കത്തിനായിരുന്നു ശ്രമം നടത്തിയിരുന്നത്? ഇവരുടെ കയ്യിൽ നിന്ന് പിടികൂടിയ ഈ സാറ്റലൈറ്റ് ഉപകരണം അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവർ യഥാർത്ഥത്തിൽ അറസ്റ്റിലായത്? ഇന്ന് രാവിലെ ആണ് ഈ വാർത്ത മാധ്യമങ്ങൾ ദേശീയ തലത്തിലൊക്കെ പുറത്തുവിട്ടത്. ഇതൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. രണ്ട് അമേരിക്കൻ പൗരന്മാർ കശ്മീർ വിമാനത്താവളത്തിൽ, അതായത് കശ്മീരിലെ ശ്രീനഗർ വിമാനത്താവളത്തിൽ സാറ്റലൈറ്റ് ഫോണും GPS ട്രാക്കിംഗ് ഉപകരണങ്ങളും അടക്കം രണ്ട് അമേരിക്കൻ പൗരന്മാരെ പോലീസ് പിടികൂടി. അത് സെക്യൂരിറ്റി ഏജൻസീസ് എന്നാണ് പറയുന്നത്, പക്ഷേ മുഖ്യമായിട്ടും കശ്മീർ പോലീസ് തന്നെയാണ് അവരെ പിടിച്ചതെന്നാണ് നമ്മൾ അറിയുന്നത്. ഇവരുടെ പേര്, ഒരാളുടെ പേര് ജെഫ്രി സ്കോട്ട്. ഇയാൾ അമേരിക്കൻ സിറ്റിസൺ ആണ്. അമേരിക്കയിലെ മൊണ്ടാന എന്ന സ്ഥലത്തെ ഒരു റെസിഡന്റ് ആണ് അയാള്. പിന്നെ ഇന്ത്യയിൽ ജനിച്ച് പിന്നീട് അമേരിക്കൻ പൗരത്വം നേടിയ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ OCI കാർഡുള്ള ഹൽദർ കൗശിക് എന്ന ആളിനെയും ഇയാളോടൊപ്പം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളും അമേരിക്കൻ പൗരനാണ്. പക്ഷെ ഓവർസീസ് ഇന്ത്യൻ എന്നുള്ള കാർഡ് അയാൾക്ക് കൈവശമുണ്ട്. അത് കാരണം ഇന്ത്യയിൽ എത്താൻ അയാൾക്ക് വളരെ എളുപ്പമാണ്. ഇവർ എങ്ങനെ ഈ ഉപകരണവുമായി കാശ്മീരിൽ എത്തി എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു ചോദ്യമാണ്. അപ്പം ഗൗതം പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗ്ലാദേശിലും അതുപോലെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തി സംസ്ഥാനങ്ങളിലും ഇവരൊക്കെ തന്നെ കൊൽക്കത്തയുമായിട്ട് ബന്ധമുള്ളവരാണ് എന്നുള്ളതാണ് അതിലെ മറ്റൊരു വസ്തുത. ഇവരെ എല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ CIA ഒരു മെർസനറി എന്ന് പറഞ്ഞാൽ ലോകത്തെ പല രാജ്യങ്ങളിലും അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തിയ CIA ഒരു വലിയ നേതാവിനെ നമ്മൾ കൊൽക്കത്ത എയർപോർട്ടിൽ വെച്ച് NIA അറസ്റ്റ് ചെയ്തിരുന്നു. അതിനു മുമ്പ് നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്, ധാക്കയിലെ ഒരു 5 സ്റ്റാർ ഡീലക്സ് ഹോട്ടലിലെ കേണൽ ആർവിൽ ജാക്സൺ എന്ന അമേരിക്കയുടെ സൈന്യത്തിലെ ഉയർന്ന റാങ്ക് വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ട നിലയിൽ കാണുകയും ഇയാള് ബംഗ്ലാദേശിലെ സർക്കാരിനെ അട്ടിമറിക്കുക, അതായത് ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചതിൽ ഇയാൾക്ക് വലിയ പങ്കുണ്ട് എന്ന് വെളിപ്പെടുകയും ചെയ്തു. അതിനേക്കാളൊക്കെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരം ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. അതായത് മുൻ ബംഗ്ലാദേശ് ഭരണാധികാരി, അതായത് ബംഗ്ലാദേശ് സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്ന മുഹമ്മദ് യൂനസ് പരസ്യമായ ഒരു പ്രസ്താവനയിൽ ഒരു കാര്യം സമ്മതിച്ചു. അമേരിക്കയുടെ ഏതാണ്ട് $1 ബില്യൺ സഹായ ധനത്തോടു കൂടിയാണ് ബംഗ്ലാദേശിലെ പ്രക്ഷോഭകാരികൾ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതെന്നുള്ളത്. അതിൽ അയാൾ വ്യക്തമായിട്ട് പല അമേരിക്കയുടെ പല ഡിപ്പാർട്ട്മെന്റുകളും അതുപോലെ പല ഏജൻസികൾ ഏത് രീതിയിലാണ് ധനസഹായം അവർക്ക് ലഭിച്ചത്, ഇതെല്ലാം ഇതിന്റെ ഒരു ബ്രേക്കപ്പ് പുറത്തുവിട്ടിരുന്നു. അതൊക്കെ വലിയ, അതായത് ബിൽ ക്ലിന്റൺ ഫൗണ്ടേഷന്റെ ഒരു പരിപാടി വെച്ചിട്ടാണ് ഈ മുൻ ബംഗ്ലാദേശ് ഭരണാധികാരിയായ മുഹമ്മദ് യൂനസ് ഇത്തരം തന്ത്രപ്രധാനമായ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഇതെല്ലാം പരസ്പരം ബന്ധിച്ചു കിടക്കുന്നു. അതായത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ അസമാധാനവും കലാപവും വിതയ്ക്കാനായി അമേരിക്ക നടത്തുന്ന ഗൂഢശ്രമം, ഇതിന്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഇന്നത്തെ അറസ്റ്റ്, ജെഫ്രി സ്കോട്ടിന്റെയും ഹൽദർ കൗശിക്കിന്റെയും അറസ്റ്റിനെ നമ്മൾ വിലയിരുത്തേണ്ടത്. അപ്പം ഇതിൽ വളരെ ഗൗരവമേറിയ ഒരു ചോദ്യമുണ്ട്. ഇവർ കാശ്മീരിൽ എത്തിയതിനു ശേഷമാണോ ഇവരുടെ കൈവശം ഈ സാറ്റലൈറ്റ് ഫോണും അതുപോലെ GPS ട്രാക്കിംഗ് ഡിവൈസുകളും മറ്റും വന്നിരിക്കുന്നത്, അതോ ഈ ഉപകരണങ്ങളുമായി ഇവർ കാശ്മീരിൽ എത്തിയതാണോ? ഉപകരണങ്ങളുമായിട്ട് കാശ്മീരിൽ എത്തിയതാണെങ്കിൽ അവരുടെ പോർട്ട് ഓഫ് അതായത് ഡെസ്റ്റിനേഷനിലേക്ക് അവർ യാത്ര ചെയ്ത ആദ്യത്തെ എയർപോർട്ടും കൂടി നമ്മൾ പരിശോധിക്കേണ്ടി വരും. ഏതായാലും വിദേശത്തു നിന്നും കൊണ്ടുവന്ന് ഇന്ത്യയിൽ ഇറങ്ങുമ്പോൾ അവർ തീർച്ചയായിട്ടും ഡൽഹിയിലാണ് അവർ ഇറങ്ങിയത്, അമേരിക്കയിൽ നിന്ന് എത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡൽഹിയിലെ എയർപോർട്ട് ചെക്കിങ്ങിൽ
ഇവർ ഈ സാറ്റലൈറ്റ് ഫോണും അതുപോലെ തന്നെ ട്രാക്കിംഗ് ഡിവൈസസും ഒക്കെ കൊണ്ടുവന്നെങ്കിൽ അതൊക്കെ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിരിക്കുന്നതാണ്. ഇവരെ എങ്ങനെ എയർപോർട്ടിൽ നിന്നും കസ്റ്റംസ് പരിശോധനകളെ മറികടന്ന് ഇത് പുറത്തെത്തിച്ചു എന്നുള്ള ഗൗരവമുള്ള ഒരു ചോദ്യമുണ്ട്. അതുപോലെ തന്നെ ഇവർ ഡൽഹിയിൽ നിന്നും ഈ ഉപകരണങ്ങളുമായിട്ട് ശ്രീനഗറിൽ എത്തിയെങ്കിൽ ശ്രീനഗറിലെ ചെക്കിങ്ങിൽ ഇതെങ്ങനെ കണ്ടുപിടിക്കാതെ എന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല എന്നുള്ള മറ്റൊരു ചോദ്യവും വരുന്നു. അതായത് സെക്യൂരിറ്റി ഏജൻസികളുടെ കണ്ണ് വെട്ടിക്കാൻ ഇവർക്ക് എങ്ങനെ സാധിച്ചു? അതോ ഡൽഹിയിലെയും ശ്രീനഗറിലെയും ഒക്കെ എയർപോർട്ടിലെ കസ്റ്റംസിലും അതുപോലെ സെക്യൂരിറ്റി ഏജൻസികളിലും ഒക്കെ ഏതെങ്കിലും തരത്തിൽ ഇവർ സ്വാധീനം ചെലുത്തിയിരുന്നു? ഇവരെന്തിനാണ് ഈ ഫോണുമായിട്ട് കാശ്മീരിലെത്തുന്നത്? സ്വാഭാവികമായിട്ടും അവിടെ അവർ കണ്ട പല കാര്യങ്ങളും മറ്റാരെയോ അവർ ആ ഇൻഫർമേഷൻ ധരിപ്പിക്കാനായിരിക്കുമല്ലോ. അതല്ലാതെ സാധാരണഗതിയിൽ ഒരു മൊബൈൽ ഫോണിൽ കൂടെ അമേരിക്കയിലേക്ക് അവർക്കൊരു കോൾ നടത്താവുന്നതാണ്. പക്ഷെ അങ്ങനെ അവർ ചെയ്താൽ അവർ ട്രാക്ക് ചെയ്യപ്പെടുമെന്ന്, ഈവൻ വാട്സാപ്പോ അല്ലെങ്കിൽ അതുപോലുള്ള എൻക്രിപ്റ്റഡ് മെസ്സേജുകൾ അയച്ചാൽ പോലും അവർ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഒക്കെയുള്ള ഒരു വിലയിരുത്തലിൽ ആയിരിക്കാം അവർ ഈ ഉപകരണങ്ങൾ കൊണ്ടുവന്നത്. അതായത് ഏതായാലും അതീവ തന്ത്രപ്രധാനമുള്ള പല മേഖലകളെക്കുറിച്ചും മനസ്സിലാക്കാനാണ് അവരിത് കൊണ്ടുവന്നത്. നമുക്കറിയാം, മുൻപ് കാശ്മീരിൽ തീവ്രവാദ ആക്രമണം നടന്നപ്പോഴൊക്കെ തന്നെ ഈ പ്രദേശത്തിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഫോട്ടോകൾ, അതുപോലെ ആ പ്രദേശത്തേക്കുള്ള റൂട്ട് മാപ്പുകൾ, ഇതൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് ഈ ഭീകരവാദികളുടെ കയ്യിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ആയിരിക്കണം അവർ പലപ്പോഴും ഇത്തരം വിവരങ്ങളൊക്കെ അവരുടെ കയ്യിൽ എത്തുന്നത്. അതുമാത്രവുമല്ല, ഓപ്പറേഷൻ സിന്ദൂർ 2 പോലുള്ള ഭാവിയിലുള്ള പാകിസ്ഥാനെതിരെയുള്ള നമ്മുടെ ആക്രമണങ്ങളോ അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെയുള്ള നമ്മുടെ ചെറുത്തുനിൽപ്പുകളെയോ പരാജയപ്പെടുത്താൻ വേണ്ടി അമേരിക്ക പാകിസ്ഥാനോടൊപ്പം കൂടുന്നതാണോ ഇതിൻ്റെ പിന്നിലുള്ളത്? ഇത് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്നതല്ല. എന്തായാലും ഇവർ രണ്ടുപേരും നമ്മുടെ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ന്യൂഡൽഹിയിലെ അമേരിക്കൻ എംബസി ഇക്കാര്യത്തിലൊന്നും വലിയ ഒരു അഭിപ്രായ പ്രകടനമൊന്നും നടത്തിയിട്ടില്ല. കൊൽക്കത്തയിൽ വെച്ച് CIA മെർസനറി കൂലിപ്പട്ടാളത്തിന്റെ തലവനെ അറസ്റ്റ് ചെയ്യുമ്പോഴും അമേരിക്കൻ എംബസി കാര്യമായ പ്രതികരണങ്ങളൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. അയാള് പോലീസ് കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരിക്കുന്നതിനാൽ അയാൾ NIA കസ്റ്റഡിയിലാണ്. ഇനി മറ്റൊരു ഒരു വിഷയം, ഈ വ്യക്തികൾക്കൊക്കെ തന്നെ മണി ലോണ്ടറിങ്, അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടുകൾ, മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്നവരുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇങ്ങനെ ഇവരെ ഒരു വലിയ നെറ്റ്വർക്കിന്റെ ഭാഗമാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ ഇത് അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അതായത് ഇന്ത്യക്കെതിരായിട്ടുള്ള ഭീകരാക്രമണങ്ങളും ഭീകര പ്രവർത്തനങ്ങളിലും അമേരിക്കയുടെ പങ്കാണ് ഇത്തരം നിരവധി അറസ്റ്റുകളിലൂടെ വെളിയിൽ വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കഴിഞ്ഞ കുറച്ചു നാളായി മാധ്യമ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു മിഷണറി, ഏതാണ്ട് 1 കൊല്ലത്തിന് മുമ്പ് അയാൾ അയാൾ ഡ്രോണുകളും അതുപോലെ ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങളുമൊക്കെ, ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റുകളുമൊക്കെ കൊടുക്കുന്ന ഫോട്ടോ അയാൾ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോഴും മണിപ്പൂരിൽ ഇടയ്ക്കിടയ്ക്ക് കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നാഗ വംശജരായ 2 ആൾക്കാരെ കുക്കി തീവ്രവാദികൾ വധിച്ചിരുന്നു. അപ്പൊ ഇവർ 2 കൂട്ടരും ക്രിസ്ത്യാനികളാണ്. ഇതിനു മുമ്പ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരുന്നത് മെയ്ത്തികളും കുക്കികളും തമ്മിലുള്ള കലാപം നടത്തുമ്പോൾ അത് ക്രിസ്ത്യാനികളായ കുക്കികൾക്ക് നേരെ ഹിന്ദുക്കളായ മെയ്ത്തികൾ നടത്തുന്നു എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെയാണ് പല മാധ്യമങ്ങളിലും വന്നിരുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ മലയാളം മാധ്യമങ്ങളിലൊക്കെ. കേരളത്തിൽ അത് വലിയൊരു രാഷ്ട്രീയ വിഷയം തന്നെയായി. പക്ഷെ ഈ കഴിഞ്ഞ ദിവസം, അതായത് മിനിഞ്ഞാന്ന് ഈ നടന്ന സംഭവത്തിൽ നാഗ തീവ്രവാദികളല്ല, നാഗ വംശജരെ അവരെ കൊന്നത് കുക്കി തീവ്രവാദികളാണ്. അതിനു മുമ്പ് ഒരു മെയ്ത്തി ഒരു ഗ്രാമത്തിലും കുക്കികൾ ആക്രമണം നടത്തി. അപ്പൊ ഇവർക്ക് ഈ കിട്ടുന്ന ആയുധങ്ങളൊക്കെ അമേരിക്കയുടെ വളരെ കൃത്യമായ ഇടപെടലിലൂടെ കിട്ടുന്ന ആയുധങ്ങളാകാനാണ് സാധ്യത എന്നാണ് ഈ നിരന്തരമായിട്ടുള്ള ഈ അമേരിക്കൻ ചാരന്മാരെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും അറസ്റ്റ് ചെയ്യുന്നതിലൂടെ ഇപ്പോൾ വെളിയിൽ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇവര് പണ്ടും ഇത്തരം ചാരപ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുന്നുണ്ടായിരിക്കണം. പക്ഷെ പെട്ടെന്ന് ഇന്ത്യ സർക്കാർ ഇവരെ നോട്ടമിടാൻ തുടങ്ങി.
ഇവരെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ തുടങ്ങി, ഇവരെ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി എന്നൊക്കെയുള്ളത് തീർച്ചയായിട്ടും അത് അവർക്കും ഒരുപക്ഷെ ആശങ്ക ജനിപ്പിക്കുന്നതായിരിക്കണം. കാരണം നിർബാധം അവരുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു കുറച്ച്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ 1-2 കൊല്ലം മുമ്പ് വരെ ഈ രീതിയിൽ അമേരിക്കൻ ചാരന്മാരെ ഇവിടെ അറസ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഇത് ഇപ്പോൾ അവരെ കൃത്യമായി ട്രാക്ക് ചെയ്യുകയും അവരെ കൃത്യമായി അറസ്റ്റ് ചെയ്യുകയും ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ജാഗ്രതയുടെ ഒരു വർധനമാണോ അതോ മറ്റു പല രീതിയിൽ നിന്നും ഇന്റലിജൻസ് സോഴ്സ് നമുക്ക് കിട്ടിത്തുടങ്ങിയത് കൊണ്ടാണോ എന്നറിഞ്ഞുകൂടാ. എന്തായാലും ഇതില് പലപ്പോഴും റഷ്യയും ചില സാഹചര്യങ്ങളിൽ ചൈന വരെ ഇത്തരം ഇൻഫർമേഷൻ ഇന്ത്യക്ക് പാസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. കാരണം റഷ്യയും ചൈനയും വളരെ സംശയത്തോടാണ് ദക്ഷിണേഷ്യയിൽ അമേരിക്കയുടെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്നത്. അതായത് ഇന്ത്യയോടുള്ള തൽക്കാലത്തേക്കുള്ള വിരോധം മറന്നിട്ടാണെങ്കിൽ പോലും ചൈന ഈ വിഷയത്തിൽ പലപ്പോഴും ഇന്ത്യക്ക് ടിപ്പ് ഓഫുകൾ നൽകാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതും സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.